വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. അവരെന്താണ് ഇപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവർ ചിന്തിക്കുന്നത്, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളോട് അവർക്ക് എന്ത് പറയാനാണ് ആഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിന്ന് ചെക്ക് ചെയ്യാം. 2 പൈൽസ് ഉണ്ട്. ഇത് പൈൽ നമ്പർ 1 ആണ്, റിക്കവറി. ഇത് പൈൽ നമ്പർ 2 ആണ്, സക്സസ്. ഇതിൽ നിന്നും ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള കാർഡ്സ്. പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പേജ് ഓഫ് വാൻഡ്സ് ആണ്. എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ് ഈ അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം കുറച്ച് നാൾ വഴക്ക് ഇരുന്നതിനൊക്കെ ശേഷം അവർക്ക് നിങ്ങളോട് വീണ്ടും പാഷൻ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. പേജ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ അത്ര അനുകൂലമായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും അവർക്കിപ്പോൾ നിങ്ങളോട് പുതിയ ഫീലിങ്സ് തോന്നി തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഓൾറെഡി ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ദ മജീഷ്യൻ. അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരു മജീഷ്യൻ എനർജിയിൽ നിന്നാണ്. അതായത് ആ വഴക്കിന് ശേഷം നിങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ട് അവർ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് ശരിക്കും. അവർ നിങ്ങളെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരൊരു പക്ഷേ മാനിഫെസ്റ്റേഷൻ ആ ഒരു പ്രോസസ്സായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നെങ്കിലും ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും എനിക്ക് ഈ വ്യക്തിയെ തിരിച്ചു വേണം എന്നുള്ളൊരാഗ്രഹം അവർക്കുള്ളതായിട്ടാണ് ഈ കാർഡ്സ് നമ്മളോട് പറയുന്നത്. ഇനി അവർ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്, പറയാതെ വെക്കുന്നുണ്ട്. അതെന്താണ് എന്ന് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു പക്ഷേ അവർക്കൊരു പുതിയ ജോലി ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് കാത്തിരുന്ന എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളോട് അവർ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ സർപ്രൈസ് ആയിട്ട് പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്ന ആ ഒരു പീരീഡിലായിരിക്കാം ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് അവർക്കത് നിങ്ങളോട് പറയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത് വളരെ കാര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ ഉള്ളത് എന്ന് കാണാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസാണ് എനിക്ക് പറയാനുള്ളത്. തേർഡ് പാർട്ടി റിലേഷനിൽ നിന്നും അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടി ആയിട്ട് റിലേഷനിലിരുന്ന ആ സമയം അത് അവർക്കത്ര ഹാപ്പി ആയിരുന്നില്ല. അവരതിൽ നിന്നും തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. പേജ് ഓഫ് കപ്സ്, ബ്യൂട്ടിഫുൾ. നമുക്ക് വീണ്ടും ഒരു പേജ് എനർജി കൂടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളോട് അവർക്ക് വീണ്ടും പാഷൻ, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, മെൻ്റൽ അട്രാക്ഷൻ ഒക്കെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് ഇത് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു റീയൂണിയൻ, ഒരു പ്രശ്നത്തിന് ശേഷമുള്ള വീണ്ടും കൂടിച്ചേരൽ, അങ്ങനത്തെയൊക്കെ ഒരു മീനിങ് വരുന്ന ഒരു കാർഡാണ് പേജ് ഓഫ് കപ്സ്. അവർ നിങ്ങളോട് സോറിയൊക്കെ പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞ് അവർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയാണ്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റായ സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് അവർക്ക് പറയാനുണ്ട്. അവർ തേർഡ് പാർട്ടിയിൽ നിന്നും തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഒപ്പം ഇരുന്ന സമയത്തുള്ള ഹാപ്പിനെസ് അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. ഈ ഒരു സമയത്ത് നമുക്ക് ബ്യൂട്ടിഫുൾ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും നിങ്ങളുടെ ഈ ഒരു കാർഡുമായിട്ട് തന്നെ നിങ്ങൾക്ക് അത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇത് റിക്കവറി, അതായത് പ്രശ്നത്തിന് ശേഷം അതിൽ നിന്നും പുറത്ത് വരുന്ന ഒരു എനർജിയാണ് ഈ കാർഡ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ഈ ഒരു എനർജിയുമായിട്ട് മാച്ച് ആയിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. ബ്യൂട്ടിഫുൾ എനർജി. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് കാർഡ്. യൂണിവേഴ്സ് ഈ സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കുക. ഞാനൊരു കാർഡ് എടുക്കുകയാണ്. കിങ് ഓഫ് സ്വാർഡ്സ് ആണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. അവർ വരുമ്പോൾ തന്നെ ഓക്കെ ശരി, നിങ്ങളും അത്രയും കാത്തിരിക്കുകയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവർ വരുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള ഭാവത്തിൽ തിരിച്ചങ്ങോട്ട് ഓടിച്ചെല്ലരുത് എന്നുള്ളൊരു ഗൈഡൻസാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കിട്ടുന്നത്. കിങ് ഓഫ് സ്വാർഡ്സ് ആണ്. അതായത് നിങ്ങൾ സ്റ്റേൺ ആയിട്ട് വേണം നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേക്ക് സ്റ്റേൺ ആയിട്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ റിലേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ വേണം. ഇനി അത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഒരു ഉറപ്പ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് വേണം ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. കിങ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പങ്ങൾ പറ്റിയത്, എവിടെയാണ് പ്രശ്നം ഉണ്ടായതെന്നുള്ള കൃത്യമായ ധാരണയുള്ള ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ഒരാളെ പോലെ ഈ കിങ്ങിനെ പോലെ ആവാനാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു സമയമായിരിക്കും ഇത് തീർച്ചയായിട്ടും അവർ വരുമ്പോൾ. പക്ഷേ അത് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കൂടി ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം. ഇമോഷൻസ് മാത്രം
ഉണ്ടായാൽ പോരാ. ഈ സമയത്ത് നിങ്ങളുടെ ബുദ്ധി കൂടി ഉപയോഗിച്ചിട്ട് അവരോട് സംസാരിക്കേണ്ട രീതിയിൽ പറഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള എനർജിയാണ്. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് മജീഷ്യൻ എനർജിയൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡാണ്. സോ ഹാപ്പി ഫോർ യു. ഒറ്റ കാര്യം, നിങ്ങൾ കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഭാവിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ലോ പൈൽ നമ്പർ 2 റീഡിംഗ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കാർഡ്സ് വന്നിട്ടുള്ളത്. അവരുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് വേൾഡ് കാർഡാണ്. അതൊരു സക്സസ്ഫുൾ കംപ്ലീഷൻ്റെ കാർഡാണ്. ഈ ഒരു ഫാമിലി എനർജിയുമായിട്ട്, അതായത് 10 ഓഫ് കപ്സ് എന്ന് പറയുന്ന എനർജിയുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ള ഒരു കാർഡാണ് വേൾഡ് കാർഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻ ഒരു സക്സസ്ഫുൾ കംപ്ലീഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു റീയൂണിയനിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മാരേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വീട്ടുകാരുടെ സമ്മതം ലഭിക്കുന്നു, നിങ്ങൾക്ക് അതിനൊരു ഗ്രീൻ ഫ്ലാഗ് കിട്ടുന്നു, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പോകുന്നു എന്നൊരു എനർജിയാണ് എനിക്കൊരു ഫീൽ ചെയ്യുന്നത്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, എല്ലാം ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയ ഒരാളുടെ എനർജിയാണ്. ഇതാണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ ഒരു കാര്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയും തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 7 ഓഫ് കപ്സ് കാണിക്കുന്നത് അവർക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ അവർക്ക് ഒരു ഓപ്ഷൻ മാത്രമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് റിലേഷനുകളിൽ അല്ലെങ്കിൽ മറ്റ് ആളുകളോട് അവർക്ക് ഇൻട്രസ്റ്റ് ഏത് വേണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്തിൽ നിന്നും നിങ്ങളെ അവർ ഫൈനലി ചൂസ് ചെയ്യുകയാണ് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഡെവിൾ എനർജി ഇപ്പം നമ്മളോട് പറയുന്നത് അവർക്ക് നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്, ഒബ്സസീവ് തിങ്കിങ് ഉണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ തോട്ട്സ് മുഴുവൻ നിങ്ങളാണ് എന്ന് കാണുന്നുണ്ട്. ഒരു ഈവൻ അൺഹെൽത്തി ലെവലിലുള്ള തിങ്കിങ് ആണ്. എന്ന് പറഞ്ഞാൽ അനാരോഗ്യകരമായ രീതിയിൽ, അത്രയും കൂടിയ രീതിയിൽ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ ദിവസം മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു എനർജി കാണുന്നുണ്ട്. വേൾഡ് കാർഡാണ്. അവരാഗ്രഹിച്ച കാര്യം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ്. ഇതുവരെ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻസ്, ഇതല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻസ് അതും മാറിപ്പോയിട്ട് നിങ്ങൾ 2 പേഴ്സൺസ് മാത്രമായിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാൻ പോകും. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു പാതയിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് എനിക്കൊരു ഫീൽ ചെയ്യുന്നത്. ഇനി അവരെന്താണ് ഈ സമയത്ത് നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നത്? അവരുടെ ആ ഓപ്ഷൻസൊക്കെ വിട്ടുമാറി നിൽക്കുന്നു എന്നുള്ള കാര്യം അവർ നിങ്ങളോടത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം അവർക്കതിൻ്റെ നിങ്ങളോട് എങ്ങനെ പറയും എന്നുള്ള ഒരു ചിന്തയുണ്ട്. നിങ്ങളെയാണ് ഫൈനലി ഞാൻ ചൂസ് ചെയ്യുന്നത്, എനിക്ക് നിങ്ങളാണ് ദ ബെസ്റ്റ് പാർട്ട്ണർ എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നവർ അഡ്മിറ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇനി നൈറ്റ് ഓഫ് സോർട്സ്, ഇതാണ് അവർ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ആക്ഷൻ. നിങ്ങളുടെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ചില ആക്ഷനുകൾ എടുക്കാനാണ് അവരുടെ തീരുമാനം. ഒരു പക്ഷേ അത് വീട്ടിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ ആക്ഷൻസ് എത്രയും പെട്ടെന്ന് എടുക്കാനാണ് അവർ ആലോചിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ കണ്ടാൽ തന്നെ അറിയാലോ, എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകാനാണ് അവരുടെ ഒരു തീരുമാനം. ഇനി അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാർഡ്. ഇവിടെ നമുക്ക് ആക്ച്വലി 2 നെഗറ്റീവ് കാർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ പോസിറ്റിവിറ്റി വരുന്നത് ഇവിടെയാണ്. ഈ 2 കാർഡ്സിൻ്റെ നെഗറ്റിവിറ്റിയെ മറികടക്കുന്നത് അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഈ കാർഡിലാണ് ഈ 2 പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിച്ചിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്ന 2 കാർഡുകളാണ്. അങ്ങനെയല്ല, ഇത് പോസിറ്റീവായ രീതിയിലാണ് ഇത് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് ഈ കാർഡ് കണ്ടപ്പോഴാണ്. 10 ഓഫ് കപ്സ് ആണ്. ഇതൊരു ഫാമിലി എനർജിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവർ നിങ്ങളുടെ കാര്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ ഇത് അറിയിക്കുന്നു, അല്ലെങ്കിൽ റിയൂണിയന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് എനിക്കിത് ഈ കാർഡിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. 10 ഓഫ് കപ്സ് അവരൊരു നിങ്ങളുമായിട്ടൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ, എല്ലാം നേടിക്കഴിഞ്ഞ ഒരാളെ പോലെ ഒരു ഫാമിലി, സന്തോഷകരമായൊരു ഫാമിലി ലൈഫ് നിങ്ങളുമായിട്ട് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനുള്ള ആക്ഷൻ അവരെടുക്കാൻ പോകുന്നു. മറ്റു ഓപ്ഷനുകളെല്ലാം അവർ മാറ്റിവെക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഒബ്സസീവ് തിങ്കിങ്, എസ്പെഷ്യലി ഫിസിക്കൽ അട്രാക്ഷൻ, ഇതൊക്കെ അവർക്കിപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം അത് ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല,
10 ഓഫ് കപ്സ് ഉള്ളത് കൊണ്ട് അവർ നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടി നിങ്ങളോട് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമുക്ക് ഒരു ക്ലാരിറ്റി കാർഡ് കൂടി എടുക്കാം. ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് കാർഡ്സിനോട് ചോദിക്കാം. ഈ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യാം. 2 ഓഫ് വാൻഡ്സ് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. 2 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത് അംബീഷൻ്റെ കാർഡാണ്, തീരുമാനമെടുക്കുന്ന കാർഡാണ്. ഒരുപക്ഷെ വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ സാധ്യത വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇതൊരു തീരുമാനമെടുക്കുന്നു. ഒരുപക്ഷെ പുതിയ ജോലിയിലേക്ക് അവർ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. നിങ്ങളെ വിവാഹം കഴിക്കുന്നതിലേക്ക് ഒരു ഫാമിലി ലൈഫായിട്ട് സെറ്റിൽഡ് ആവുന്നതിന് വേണ്ടിയിട്ട് അവർ പുതിയ ജോലി സ്വീകരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരത് വീട്ടിൽ അവതരിപ്പിക്കുന്നതായിരിക്കാം. എന്തായാലും വലിയ അംബീഷനുകൾ, വലിയ പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ ഒക്കെയുള്ള അവർ യെസ് എന്നൊരു തീരുമാനം എടുത്തു എന്നുള്ള ഒരു ഫൈനൽ മെസ്സേജാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ ലോകം നിങ്ങളാണ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്കിവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ആ ഒരു റിലേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ട് എല്ലാ പ്രിപ്പറേഷനും എടുത്ത് കാത്തിരിക്കുക. യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓൾ ടുഗെദർ വെരി പോസിറ്റീവ് എനർജി. ഐ എം ഹാപ്പി ഫോർ യു. ഈ വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.